Today, I am going to discuss about the documentary video Scientific Temper by Indian Scientists. So, let's begin. സയൻറ്റിഫിക് ടെമ്പർ ബൈ ഇന്ത്യൻ സയൻറ്റിസ്റ്റ് ഇതൊരു ഡോക്യുമെൻ്ററിയാണ്. ഈ ഒരു ഡോക്യുമെൻ്ററിയിലൂടെ ഉദ്ദേശിക്കുന്നത് സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, ആ ഒരു കോൺസെപ്റ്റിനെ ഡിഫൈൻ ചെയ്യുകയാണ്. അതായത് വ്യക്തമായിട്ട് പല സയൻറ്റിസ്റ്റുകൾ എന്താണ് സയൻറ്റിഫിക് ടെമ്പർ, ഈ ഒരു ടേം കേൾക്കുമ്പം സയൻറ്റിസ്റ്റുകൾക്ക് മാത്രം കാണുന്ന എന്തെങ്കിലും ഒരു പ്രത്യേകതയാണെന്ന് നമുക്ക് തോന്നും. അപ്പോൾ അതല്ല, നേരെ മറിച്ച് ഇൻ ഓൾ ഹ്യൂമൻ ബീങ്സ് എല്ലാവരിലും ഉള്ള ഒരു ഇന്നേറ്റ് ആയിട്ടുള്ളൊരു വസ്തുത തന്നെയാണ് ഈ ഒരു സയൻറ്റിഫിക് ടെമ്പർ എന്ന് ഇതേപോലെയുള്ള സയൻറ്റിസ്റ്റുകൾ ഷെയർ ചെയ്യുന്നതാണ്. അവരുടെ രീതിയിൽ ഡിഫൈൻ ചെയ്യുന്നുണ്ട് എന്താണ് സയൻറ്റിഫിക് ടെമ്പർ. ഇതിൻ്റെ ബ്രോഡ്കാസ്റ്റ് ബയോടെക് ചാനലാണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. സോ നമുക്കറിയാം, സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്ന ഒരു ടേം പോപ്പുലറൈസ് ചെയ്തത് നമ്മളുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ അതായത് ജവഹർലാൽ നെഹ്റു ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ബുക്കിലൂടെ ഈ ഒരു പെർട്ടിക്കുലർ ടേം പോപ്പുലറൈസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡോക്യുമെൻ്ററി വീഡിയോയിൽ നമുക്ക് കാണാം ഒരുപാട് സയൻറ്റിസ്റ്റുകളുണ്ട്. സത്യജിത് റായ്, ഡോക്ടർ സുരേന്ദ്ര ഗാസ്ബർഡി, ഡോക്ടർ പ്രവീൺ റഹി, അതേപോലെ ഒത്തിരി പേര് അവരുടേതായിട്ടുള്ള ഡെഫിനിഷൻസ് ഷെയർ ചെയ്യുകയാണ് അബൌട്ട് സയൻറ്റിഫിക് ടെമ്പർ. ആദ്യമേ ഞാൻ 2-3 പേരുടെ പേരെടുത്തിട്ട് അതിൻ്റെ ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. ആദ്യമേ ഡോക്ടർ സത്യജിത് റാത്തിനെ കാണാം. അവർ സയൻറ്റിഫിക് ടെമ്പർ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഹി ഡിഫൈൻസ് ദാറ്റ് സയൻറ്റിഫിക് ടെമ്പർ ഇസ് നോട്ട് ആൻ അക്കാദമിക് മാറ്റർ. അതായത് പക്ക അക്കാദമിക്കിൽ പെടുന്ന ഒന്നല്ല സയൻറ്റിഫിക് ടെമ്പർ. അക്കാദമിക് ഇൻ ദ സെൻസ്, അതായത് ആ ഒരു ടേം മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഒരുപാട് അതർ തിങ്സൊക്കെ പഠിച്ചതിന് ശേഷം മനസ്സിലാക്കിയെടുക്കുന്ന ഒരു വസ്തുത, ഒരുപാട് റെഫർ ചെയ്ത് അങ്ങനത്തെ ഒരു കാര്യമേ അല്ല ഈ ഒരു സയൻറ്റിഫിക് ടെമ്പർ എന്നാണ് പറയുന്നത്. എന്താണ്? ഇറ്റ് ഈസ് സം വേയ്സ് എ ബേസിക് ഫീച്ചർ ഓഫ് അവർ ബീങ് ഹ്യൂമൻ. ഓക്കെ, നമ്മളിൽ ഓരോരുത്തരിലും ഹ്യൂമൻ ബീങ്സിൽ ഉള്ള ഒരു ബേസിക് ഫീച്ചർ തന്നെയാണ്, ഒരു പ്രത്യേകത തന്നെയാണ് എന്ന രീതിയിലാണ് സയൻറ്റിഫിക് ടെമ്പറിനെ പറ്റിയിട്ട് ഡോക്ടർ സത്യജിത് റാത്ത് ഡിഫൈൻ ചെയ്യുന്നത്. രണ്ടാമത് നമുക്ക് കാണാം ഡോക്ടർ സുരേന്ദ്ര ഗസ്കബ്ഡി. അത് വേറൊരു സയൻറ്റിസ്റ്റാണ്. ആ ഒരു സയൻറ്റിസ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സയൻറ്റിഫിക് ടെമ്പർ ഈസ് അക്സെപ്റ്റിംഗ് ഫാക്ട്സ് ബേസ്ഡ് ഓൺ എവിഡൻസ്. തെളിവുകളുള്ള കാര്യങ്ങൾ അതിനെ സത്യമാണെന്ന് വിശ്വസിച്ച് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് സയൻറ്റിഫിക് ടെമ്പർ എന്നത്. ഓക്കെ, സയൻസ് ഈസ് എവിഡൻസ് ആൻഡ് ദാറ്റ് എവിഡൻസ് ഹാസ് ടു ബി സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻറ്റ്. സയൻസ് എന്ന് പറയുന്ന ഒരു മേഖലയിലുള്ള പല കാര്യങ്ങളും വിത്ത് എവിഡൻസ് ഉള്ളത് തന്നെയാണ്. പക്ഷേ ആ എവിഡൻസുകൾ ഒന്നുകൂടി സത്യമാണ് എന്ന രീതിയിൽ തെളിയുന്നത് തന്നെ ആയിരിക്കണം എന്നതാണ് പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് ഡോക്ടർ രാധ ചൗഹാൻ, അവർ സയൻറ്റിഫിക് ടെമ്പറിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് നോക്കാം. ഷീ സേയ്സ് ദാറ്റ് ടെമ്പർ ഡെവലപ്മെൻറ്റ് ഹാപ്പൻസ് വെൻ യു സ്റ്റാർട്ട് റാഷണലൈസിങ് തിങ്സ് ആൻഡ് യു ആക്ച്വലി ബിൽഡ് ലൈക്ക് ഇൻ ആൻ ഇംപാർഷ്യൽ ഓർ അൺബയസ്ഡ് വേ യുവർ ഒപ്പീനിയൻ ആൻഡ് വെൻ ഗെറ്റ് and whatever the answer you get and you build further on, that for me is what is scientific temper. അപ്പോൾ രാധ ചൗഹാൻ സയൻറ്റിഫിക് ടെമ്പറിനെ പറ്റി എന്താണ് പറഞ്ഞത് എന്നാണ് ഞാനിവിടെ പറയുന്നത്. ഇതെന്താണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ടെമ്പർ ഡെവലപ്മെൻറ്റ്, സയൻറ്റിഫിക് ടെമ്പർ എന്നതിൽ അതാണ് ഉദ്ദേശിക്കുന്നത്. അത് എങ്ങനെയാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെൻ യു സ്റ്റാർട്ട് റാഷണലൈസിങ് തിങ്സ് ആൻഡ്, അതായത് റാഷണലൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താ പറയുക, എന്തെങ്കിലും ഒരു കാര്യമാണ്, എന്തും ആയിക്കോട്ടെ, സത്യമായിക്കോട്ടെ അല്ലാതായിക്കോട്ടെ, നമ്മളത് ശരിയാണെന്ന് വരുത്തി തീർക്കുന്ന നമ്മളുടെ ഒരു കോൺഫിഡൻസ് വെച്ചിട്ട് പല തെളിവുകളൊക്കെ വെച്ചിട്ട് നമ്മൾ പറയും ഇത് തന്നെയാണ് എന്നത്. അതാണ് റാഷണലൈസ് ചെയ്യുക എന്ന് പറയുന്നത്, ജസ്റ്റിഫൈയിങ് എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ വെൻ യു സ്റ്റാർട്ട് റാഷണലൈസിങ് തിങ്സ് ആൻഡ് യു ആക്ച്വലി ബിൽഡ് ലൈക്ക് ഇൻ ആൻ ഇംപാർഷ്യൽ ഓർ അൺബയസ്ഡ് വേ യുവർ ഒപ്പീനിയൻ. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ആയിക്കോട്ടെ, ആ കാര്യം എങ്ങനെയാണ് സംഭവിച്ചത് നമ്മളോട് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ നമ്മൾ കുറേ പല സോഴ്സസ് നോക്കി നമ്മൾ അതിന് ആൻസർ കണ്ടുപിടിക്കും. ഓക്കെ,
മേ ബി ഒരു സെൽഫ് റിസർച്ചിലൂടെ ആവാം. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, പല പല ക്വസ്റ്റ്യൻസ് നമ്മളുടെ മൈൻഡിൽ വരുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നമ്മൾ സെർച്ച് ചെയ്യുന്നുണ്ട്. അത് നമ്മളുടെ ഉള്ളിൽ ആ ഒരു പെർട്ടിക്കുലർ ഫാക്റ്റിനെ പറ്റിയിട്ടുള്ള മാറ്റേഴ്സ് ബിൽഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഒരു അന്വേഷണത്വര എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതിന് തന്നെയാണ് സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത് എന്നാണ് ഇവർ പറയുന്നത്. Next, Dr. Praveen Rahi says, it is not about learning a technique. അപ്പോൾ ഇവിടെ അടുത്ത ആൾ പ്രവീൺ റഹി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് പറയുകയാണ്, ഇതിവിടെ ഈ ഒരു സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത് അതിന് പ്രത്യേക ഒരു ടെക്നിക്കൊന്നും വേണ്ട, ആ ഒരു ടെമ്പർനെസ് നമ്മളുടെ ഉള്ളിൽ വരാനായിട്ട്. ഓക്കെ, സയൻസ് ഈസ് അബൌട്ട് ആസ്കിങ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇതിൻ്റെ ഒരു ബ്രോഡ് ഏരിയ എന്ന് പറയുന്നത് സയൻസാണ്. സയൻസ് മെയിനായിട്ട് എന്താണ്? ക്വസ്റ്റ്യൻസ് ആണ് ഫുള്ളുള്ളത്. ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സ് ഫൈൻഡ് ചെയ്യുന്നതും. ഓക്കെ, ആൻഡ് ഫൈൻഡിങ് ലോജിക്കൽ ആൻഡ് റീസണബിൾ ആൻസേഴ്സ് ബൈ അപ്ലൈയിങ് വെറൈറ്റി ഓഫ് മെത്തേഡ്സ്. സയൻസിലുള്ള പല കാര്യങ്ങളായിക്കോട്ടെ. ഓക്കെ, ഇപ്പോൾ നമ്മൾ നേരത്തെ ഡാർക്ക് മാറ്റർ, അപ്പോൾ അതെന്താണ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അതേപോലെ അബൌട്ട് ദ യൂണിവേഴ്സിൻ്റെ എക്സിസ്റ്റൻസ്, അതേപോലെ എങ്ങനെയാണ് നമ്മളുടെ എർത്ത് പ്ലാനറ്റ്സ് ഒക്കെ ഉണ്ടായത്, ബിഗ് ബാങ് തിയറി, അങ്ങനത്തെ എക്സാമ്പിളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സാണ്. ഇതൊക്കെ തന്നെയാണ് സയൻസിലുള്ളത്. ഓക്കെ, സയൻസിൽ ഒരുവിധം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിനൊക്കെ ഒരു ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ടെക്നോളജീസ് വേണ്ടി വരും, മോഡേൺ ടെക്നോളജീസൊക്കെ വേണ്ടി വരും. ഓക്കെ, അപ്പോൾ എന്തിലൂടെ ആയാലും ഈ ക്വസ്റ്റ്യൻസ് ആൻഡ് സീക്കിംഗ് ഓഫ് ആൻസേഴ്സ്, അതൊക്കെ തന്നെയാണ് ഈ ഒരു സയൻറ്റിഫിക് ടെമ്പർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ മോഡേൺ ടെക്നോളജീസ് എലോൺ കനോട്ട് ഗീവ് യു ഗുഡ് ആൻസർ. ഓക്കെ, ഈ മോഡേൺ ടെക്നോളജീസ് ഉണ്ട് എന്ന് കരുതി നമ്മൾക്ക് എല്ലാത്തിനും ഒരു ഗുഡ് ആൻസർ കിട്ടിക്കോണം എന്ന് ഇല്ല. അൺടിൽ ഓർ അൺലെസ് യു ഹാവ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. പക്ഷേ നമ്മളുടെ ആ ഒരു ക്വസ്റ്റ്യൻ, ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മളുടെ ഉള്ളിൽ നിന്ന് വരണമെങ്കിൽ നമുക്ക് അതിനോട് എന്താണ്, ആ ഒരു സയൻസ് എന്ന് പറയുന്ന ആ ഒരു ഏരിയനോട് എന്തും ആയിക്കോട്ടെ, സയൻസിൽ പറയുന്ന കാര്യങ്ങളല്ല, നമ്മളുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന ഓരോ ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള ആ ഒരു സെൻസ് അത് ഉണ്ടായാൽ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ തന്നെയാണ് സയൻറ്റിഫിക് ടെമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. So the thing to do is not whether we should have scientific temper, that is we don't cross the road without looking both the sides because we know what may happen. അപ്പോൾ സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൽ മാത്രം ഒതുങ്ങി നിൽക്കുക എന്നത് അല്ല. ഓക്കെ, നമ്മളിൽ ഓരോരുത്തരിലും ആ ഒരു സയൻറ്റിഫിക് ടെമ്പർ ഉണ്ട് എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ പറയുന്നുണ്ട് അവർ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോൾ നമ്മൾ രണ്ട് സൈഡിലേക്ക് നോക്കും. ഓക്കെ, കാരണം എന്താണ് അത് നമ്മൾ രണ്ട് സൈഡിലേക്ക് നോക്കാണ്ട് പോയാൽ അവിടെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയാം. ഓക്കെ, അതേപോലെ ഫാമേഴ്സിൻ്റെ കേസിലാണെങ്കിലും അവർക്കറിയാം ചില ഡ്രൈ ലാൻഡൊക്കെ ഏപ്രിലിൽ ഉണങ്ങി വരേണ്ട സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇപ്പോൾ ഒരു ആസ്ട്രോളജർ പറയുകയാണ്, ഒരു ജ്യോതിഷൻ പറയുകയാണ്, ഡ്രൈ ലാൻഡിൽ കൊണ്ട് നട്ടോളൂ നന്നാകുമെന്ന് അയാൾ പറഞ്ഞെങ്കിൽ കൂടി ലോജിക്കായിട്ട് ചിന്തിക്കുന്ന ഒരു ഫാമർ അങ്ങനെ ചെയ്യില്ല. കാരണം ഡ്രൈ ലാൻഡാണ്, വാട്ടറിൻ്റെ ഇത് കുറവാണ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അയാൾക്ക് ലോജിക്കായിട്ട് അയാൾ ചിന്തിക്കും. ഓക്കെ, അപ്പം ഈ പറയുന്ന ഇത് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യും നമ്മളുടെ മൈൻഡിനെ. അതായത് ഇവിടെ ഇപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ക്രോപ്പ് നട്ട് കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാവും, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. ഓക്കെ, അപ്പം നമ്മളുടെ ഉള്ളിലും ഈ ഒരു സയൻറ്റിഫിക് ടെമ്പർ ഇൻബിൽഡാണ്. എന്തുകൊണ്ട് നമ്മളതിനെ അബാൻഡൻ ചെയ്യുന്നു? ഓക്കെ, നമ്മളതിനെ അതില്ല എന്ന രീതിയിൽ നമ്മൾ എന്തുകൊണ്ട് നടിക്കുന്നു എന്നിവിടെ ചോദിക്കുകയാണ്. Next, Dr. Deepa Subramaniam says that we don't even realize the fact that it is there in all of us. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിൽ ഓരോരുത്തരുടെ ഉള്ളിലും ഉള്ള ഒരു കാര്യം തന്നെയാണ് ഈ സയൻറ്റിഫിക് ടെമ്പർ. ഓക്കെ, ശരിക്കും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ഈ സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത് സയൻറ്റിസ്റ്റുകൾക്കിടയിൽ മാത്രമുള്ളതാണ്. പക്ഷേ ദീപ സുബ്രഹ്മണ്യം പറയുന്നുണ്ട് നമ്മൾക്ക് എല്ലാവർക്കും ഈ ഒരു സയൻറ്റിഫിക് ടെമ്പർ ഡെവലപ്പ് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, നമ്മൾ ഒരു എൻകറേജ്മെൻറ്റ് ആൻഡ് സപ്പോർട്ട് നമ്മൾക്കുള്ളിൽ നമ്മൾ തന്നെ കോൺഫിഡൻസ് കൊടുക്കണം. അതേപോലെ നമ്മളുടെ സൊസൈറ്റിക്കും അതിൻ്റെ ഒരു പാർട്ട് ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഒരുപാട് ഇതേപോലെയുള്ള സൊസൈറ്റിയിലാണെങ്കിൽ നമ്മളുടെ ലാൻഡ്
അവിടെയൊക്കെ നടക്കുന്ന പല ചേഞ്ചസ്, അതൊക്കെ എങ്ങനെയാണ്, എങ്ങനെ സൊല്യൂഷൻ കണ്ടെത്താം, അങ്ങനെയൊക്കെ ആൾക്കാർക്കിടയിലൊരു ഗ്രൂപ്പായിട്ട് അവർ ചിന്തിക്കാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് അവർ വർക്ക് ചെയ്യാനുള്ളൊരു മനസ്സ് ഓരോരുത്തരിലും ഉണ്ടെങ്കിലൊക്കെ ഈ ഒരു സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്ന അത് അവിടെ ഡെവലപ്ഡ് ആവുമെന്ന രീതിയിൽ തന്നെയാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഡോക്ടർ സുനിൽ സരോജ് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് നോട്ട് നെസസറി ടു ബി എ പേഴ്സൺ ഫ്രം സയൻസ്. സയൻറ്റിഫിക് ടെമ്പർ വേണമെങ്കിൽ അത് സയൻസ് ഏരിയയിൽ കൂടുതൽ ഒരുപാട് കാലം റിസർച്ച് ചെയ്യുന്ന ഒരാൾ അവർക്കാണതുള്ളൂ. അതേപോലെ ഒരുപാട് പഠിപ്പുള്ള ആൾ, ഓക്കെ, അങ്ങനെയൊന്നുമില്ല. അതായത് ആർട്സിൽ, ഹ്യൂമാനിറ്റീസ്, അങ്ങനത്തെ ആ ഒരു ഏരിയയിൽ വർക്ക് ചെയ്യുന്നവർക്കും സയൻറ്റിഫിക് ടെമ്പർ ഉണ്ടാവാം. അല്ലെങ്കിൽ നമ്മളൊരു ഗുഡ് ഒബ്സർവൻ്റ് ആണോ, നമ്മളുടെ അതായത് എൻവയോൺമെൻറ്റിൽ നടക്കുന്ന പല ചേഞ്ചസിനെ നമ്മൾ ഡേ ടു ഡേ ഒബ്സർവ് ചെയ്യുന്നവരാണോ, ഓക്കെ, ഇതൊക്കെ നമ്മളുടെ ഉള്ളിലെ സയൻറ്റിഫിക് ടെമ്പറാണ് അതിനെ ലീഡ് ചെയ്യുന്നതെന്നുള്ള രീതിയിലാണ് ഡോക്ടർ സുനിൽ സരോജ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത്, സയൻറ്റിഫിക് ടെമ്പർമെൻറ്റ് ഡസ് നോട്ട് റിയലി ഹാപ്പൻസ് ഓവർ നൈറ്റ്. ഇറ്റ് ഈസ് ആക്ച്വലി ദ വേ വി ബോൺ ആൻഡ് ബ്രോട്ടപ്പ്. പെട്ടെന്ന് ഒരു ദിവസം ഒരാളിൽ ജനിക്കുന്ന ഒരു അന്വേഷണത്വര അതായിരിക്കില്ല ഒരിക്കലും സയൻറ്റിഫിക് ടെമ്പർമെൻറ്റ് എന്ന് പറയുന്നത്. അത് ശരിക്കും നമ്മളിൽ ചെറുതായിട്ട് നമ്മൾ ജനിച്ച് നമുക്ക് ഒരുവിധം അറിവുണ്ടാവുന്നൊരു സമയത്ത് മേ ബി നമ്മളുടെ ഉള്ളിലുണ്ടാവാം. അതിങ്ങനെ വളർന്ന് വരുമ്പോൾ ആ രീതിയിൽ വരുന്ന ഒന്ന് തന്നെയാണ് ഈ ഒരു സയൻറ്റിഫിക് ടെമ്പർമെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഡസ് നോട്ട് കംസ് ലൈക്ക് മ്യൂസിക് ഓർ വെൻ അതർ ഹോബി ദാറ്റ് പീപ്പിൾ ആർ ബോൺ വിത്ത്. അതായത് മ്യൂസിക് പോലെയോ, അതായത് ഏതെങ്കിലുമൊക്കെ ഹോബീസൊക്കെ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു സമയത്തായിരിക്കും നമ്മളിൽ ജനിക്കുക, അതുപോലെ ആയിരിക്കില്ല. പീപ്പിൾ ഡു നോട്ട് ബോൺ വിത്ത് ടെമ്പേഴ്സ്, ഇറ്റ് ഈസ് എ ഡെവലപ്മെൻറ്റ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. അതായത് ഇന്നേറ്റായിട്ട് നമുക്ക് ഉള്ളിലുണ്ടാവും, അതിങ്ങനെ നമ്മളുടെ ലൈഫിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജിൽ ഇങ്ങനെ വളർന്ന് വരുന്ന രീതിയിൽ വരുന്നതായിരിക്കും എന്നാണ് പറയുന്നത്. അറ്റ്ലീസ്റ്റ് യു ആർ ഡൂയിങ് യുവർ അണ്ടർ ഗ്രാജുവേഷൻ ഓർ പോസ്റ്റ് ഗ്രാജുവേഷൻ ഓർ ഈവൻ ബിഫോർ. If you are curious, if you are not afraid of asking questions to yourself, how do you answer to yourself, of course to others? That is a scientific temperament. Okay, ഒരുവിധം നമ്മളൊരു മെച്യൂർഡ് സ്റ്റേജിൽ, ഇൻഡിപെൻഡൻറ്റ് സ്റ്റേജിൽ എത്തുന്ന സമയത്ത് നമ്മൾക്ക് പല കാര്യങ്ങളോടും ക്യൂരിയോസിറ്റി ഉണ്ടാവും. നമ്മൾക്ക് പലതും അതായത് പേടിയില്ലാതെ പലതിനെയും പല കാര്യങ്ങളും സോൾവ് ചെയ്ത്, അതായത് ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് കിട്ടാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഒരു അന്വേഷണം ഉണ്ടാവും. നമുക്കൊരു ഉള്ളിലൊരു കോൺഫിഡൻസ് ഉണ്ടാവും, ഒരു ധൈര്യം ഉണ്ടാവും. നമുക്ക് ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളെ പറ്റിയിട്ട് അറിയാനും അങ്ങനത്തെ ഒരു അന്വേഷണത്വര, അത് തന്നെയാണ് ഈ സയൻറ്റിഫിക് ടെമ്പർമെൻറ്റ് എന്ന് പറയുന്നത്. അടുത്തായിട്ട് പറയുന്നത്, ഇഫ് എ പേഴ്സൺ ഈസ് നോട്ട് ആൻ ഒബ്സർവൻറ്റ്, if they are not able to notice the things in their life forms, example boiling water, boiling milk. ഓക്കെ, ഇപ്പം നമ്മൾ ഒരു ഒബ്സർവൻ്റ് അല്ലെങ്കിൽ, അതായത് നമ്മൾക്ക് തൊട്ടടുത്ത് ചുറ്റും നടക്കുന്ന ചെറിയ കാര്യങ്ങളെപ്പറ്റി നമ്മൾ കാര്യമായി ശ്രദ്ധിക്കാതെ നടക്കുന്ന ഒരാളാണെങ്കിൽ, അതേപോലെ ഇഫ് ദേ ആർ നോട്ട് ഏബിൾ ടു നോട്ടീസ് ദ തിങ്സ് ഇൻ ദ ലൈഫ് ഫോംസ്, നമ്മൾക്ക് ഡെയിലി നമ്മൾ മീറ്റ് ചെയ്യുന്നതാണ് വെള്ളം ചൂടാവുന്നത്, അതായത് ബോയിലിംഗ് വാട്ടർ, ബോയിലിംഗ് മിൽക്ക്, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? എന്തുകൊണ്ട് വെള്ളം തിളയ്ക്കുമ്പോൾ വെള്ളം പുറത്തേക്ക് പതഞ്ഞു പോകുന്നില്ല, മിൽക്ക് എന്തുകൊണ്ട് പതഞ്ഞു പോകുന്നു? ഇതിൻ്റെ രണ്ടിൻ്റെയും ബോയിലിംഗ് പോയിൻറ്റ്സ് ഡിഫറെൻ്റ് ആണ്. അങ്ങനത്തെ കുറേ കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ ഇപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ, അതിനെപ്പറ്റി ചിന്തിച്ചില്ലെങ്കിൽ അവിടെ നമ്മൾക്ക് ഈ സയൻറ്റിഫിക് ടെമ്പർമെൻറ്റ് കുറവാണെന്നാണ് പറയുന്നത്. സോ എനിവൺ ഹൂ ഈസ് ഒബ്സർവൻറ്റ് ഹോൾഡ്സ് സയൻറ്റിഫിക് ടെമ്പർ. അപ്പോൾ നേരെ മറിച്ച് എന്താണ്, ഇത് ഞാൻ നേരത്തെ പറഞ്ഞതിന് ജസ്റ്റ് ഓപ്പോസിറ്റ്, എല്ലാത്തിനെയും ശ്രദ്ധിക്കുന്ന, സ്വയം ക്വസ്റ്റ്യൻ ചെയ്യുന്ന, ആൻസർ സീക്കാൻ കണ്ടെത്തുന്ന അവർക്ക് എന്തുണ്ടെന്നാണ് പറയുന്നത്? സയൻറ്റിഫിക് ടെമ്പർ ഉണ്ട്. ഇറ്റ് ഈസ് ഓപ്പൺ ടു ന്യൂ ഡിസ്കവറീസ്, ന്യൂ ഡാറ്റ.
അപ്പം ആ സയൻറ്റിഫിക് ടെമ്പർ ഉണ്ടെങ്കിൽ നമ്മൾ ഓരോ ദിവസവും പുതിയ ഡാറ്റാസ് നമ്മൾ കിട്ടിക്കൊണ്ടിരിക്കും, പുതിയ ഇൻഫർമേഷൻ കിട്ടിക്കൊണ്ടിരിക്കും, പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കും. വെനെവർ യു ഗെറ്റ് ന്യൂ ഡാറ്റ യു ഷുഡ് ബി പ്രിപ്പയർഡ് ടു അക്സെപ്റ്റ് ഇറ്റ് ഇൻ സ്പൈറ്റ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ദേ ഡു നോട്ട് എഗ്രി വിത്ത് യുവർ ലോങ് ഹെൽഡ് ബിലീഫ്സ്. അപ്പം ചില ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ പണ്ട് തൊട്ടേ ഉള്ള കുറേ കാര്യങ്ങൾ അതിനെ വിട്ടിട്ട് അതിന് ഓപ്പോസിറ്റാണ് വേറെ ചില ശരിക്കുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാലും വിശ്വസിക്കാതെ ലോങ് ഹെൽഡ് ബിലീഫ്സ് കീപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ ആയിരിക്കരുത്. ഇപ്പം ഇൻ കേസ് നമ്മളുടെ ബിലീഫ് അല്ല ശരി, വേറെയാണെങ്കിൽ അത് വിശ്വസിക്കാൻ തയ്യാറാകുക. ഓക്കെ, അതേപോലെ എന്താണ് പുതിയ എക്സ്പീരിയൻസസ് ഏത് രീതിയിലാണോ നമ്മളെ ഷെയ്പ്പ് ചെയ്യുന്നത്, നമ്മളുടെ മെച്യൂരിറ്റി ലെവലിനെ മാറ്റുന്നത്, നമ്മളുടെ ഇൻഫർമേഷൻ അതിനെ ആഡപ്റ്റ് ചെയ്യുന്നത്, അതിനെയൊക്കെ അതേപോലെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് പറയുന്നത്. സോ ദ മെയിൻ തിങ് ഈസ് ഡു നോട്ട് സ്റ്റോപ്പ് ക്വസ്റ്റ്യനിങ്, സ്റ്റേ ക്യൂരിയസ്, ഡു നോട്ട് ബി അഫ്രൈഡ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. അപ്പം ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഓരോ ദിവസവും സ്വയം പലതിനെയും ക്വസ്റ്റ്യൻ ചെയ്ത് ആൻസർ സീക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക, പല കാര്യങ്ങളോടും ക്യൂരിയസ് ആയിക്കൊണ്ടിരിക്കുക. നമ്മൾ ഭയം വെച്ച് നമ്മൾ പലതും അറിയാതെ ഇരിക്കരുത്. ഓക്കെ, അങ്ങനെ ഭയമൊക്കെ മറന്ന് നമ്മൾ ഓരോ കാര്യവും അതിനെ പറ്റിയിട്ടുള്ള ഫുൾ ഇൻഫർമേഷൻ കിട്ടുന്നത് വരെ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, അന്വേഷിച്ചുകൊണ്ടേ ആൻസേഴ്സ് കണ്ടെത്തിക്കൊണ്ടേ ഇരിക്കുക. അവിടെയാണ് സയൻറ്റിഫിക് ടെമ്പർമെൻറ്റ് അതിൻ്റെ ഒരു ഗ്രോത്തും ഇരിക്കുന്നത്. സോ ദിസ് ഈസ് വാട്ട് is meant by scientific temper.